ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ടെയിൽ. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ലീനോ അവൾ സർഫിംഗ് ബോർഡ് കൊടുത്ത സ്ഥലത്ത് പോയിട്ട് അവളുടെ സർഫിംഗ് ബോർഡ് തിരിച്ചു ചോദിക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. അവൾ ഡെയിലി അവിടെ പോയിട്ട് സർഫിംഗ് ബോർഡ് ചോദിക്കും, പക്ഷേ അയാളാണെങ്കിൽ അത് കൊടുക്കാൻ തയ്യാറാകില്ല. അത് അവളുടെ ബോയ് ഫ്രണ്ട് ഉണ്ടാക്കി കൊടുത്തതാണ്, അത് അവളുടെ മാച്ചിങ് സർഫിംഗ് ബോർഡാണ്, അയാൾക്ക് അവൾ വേറെ വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ച് അവൾ അങ്ങനെ ആ സർഫിംഗ് ബോർഡും കൊണ്ടുപോകും. അവര് വീണ്ടും കണ്ടുമുട്ടിയതിന് ഒരാഴ്ചക്ക് ശേഷമാണ് ഇതൊക്കെ നടക്കുന്നത്. ഇപ്പൊ ജവോനോട് നറേറ്റർ എന്താണ് അവൻ തോന്നുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തിനാണ് അവൾ കള്ളം പറഞ്ഞത് എന്ന് എനിക്കറിയില്ല, അതെനിക്ക് അറിയാനും ഇനി ആഗ്രഹമില്ല. പക്ഷെ പണ്ട് അവൾ ഓടി വന്ന് അവനെ ഹഗ് ചെയ്തതുപോലെ അന്ന് അവരെ കണ്ടപ്പോൾ അവൾ ചെയ്തിരുന്നെങ്കിൽ അവൻ അവളെ അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. അവളെ കുറിച്ച് ഒന്നും ചോദിക്കാതെ അവൾ എങ്ങനെയാണോ അതുപോലെ അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ അവൾ ചെയ്തത് ആ ക്യാമറ തിരിച്ചു കൊടുക്കുകയായിരുന്നു. അവളുടെ പേര് യൂസിനോ അല്ല എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാം ഒരു സ്വപ്നം പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെയാണ് ജവോൻ പറയുന്നത്. സർഫിംഗ് ബോർഡൊക്കെ എടുത്ത് വെച്ച് വരുന്ന ലീനോയോട് നരേറ്റർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ക്വസ്റ്റ്യൻ കേട്ട് ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ, ദയവ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കോ എന്നൊക്കെ ലീനോ പറയും. ജവോൻ ക്യാമറ തീഫിനെ പിടിച്ച കാര്യം നരേറ്റർ എല്ലാവരോടും പറയും. അവൻ ഇതുവരെ ഈ കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ, കഴിഞ്ഞ വീക്ക് ഫുൾ സ്ട്രെസ് ആയത് ഇതുകൊണ്ടായിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ് ക്യൂജിൻ അവന്റെ റൂമിലേക്ക് കയറും. അവരുടെ സ്റ്റോറി കേൾക്കാൻ എല്ലാവരും ക്യൂരിയസ് ആണ്. അവൾ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു, അവളുടെ പേര് വരെ കള്ളമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അവളുടെ പേരെന്തെന്ന് ക്യൂജിൻ ചോദിക്കുമ്പോൾ അത് ജവോന് ഓർമ്മ ഉണ്ടാവില്ല. അവളെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കണ്ടേ എന്ന് ക്യൂജിൻ ചോദിക്കുമ്പോൾ ഞാൻ അത് ചെയ്തു, പക്ഷെ അവിടെ വെച്ചും ഞാൻ അവൾക്ക് ക്യാമറ കൊടുത്തതാണെന്ന് അവൾ കള്ളം പറഞ്ഞു എന്ന് ജവോൻ പറയും. ആ ക്യാമറ തീഫിനെ കുറിച്ച് കാങ്കോനൊക്കെ പറഞ്ഞത് കേട്ട് ലീനോക്ക് വളരെ ദേഷ്യം വരും. അവൾ അവനോട് വെറുതെ ദേഷ്യം പിടിക്കുന്നത് കണ്ട് പിന്നെ ഞാൻ ആ ക്യാമറ തീഫിനെ ആനയിച്ചു കൊണ്ടുവരണോ എന്നൊക്കെ പറഞ്ഞ് അവരൊന്നും രണ്ടും പറഞ്ഞ് അവിടെ അടിയാകും. ലാസ്റ്റ് എന്തായി, അവൻ അവളോട് ക്ഷമിച്ചോ എന്നൊക്കെ ഒസയോങ് ചോദിക്കുമ്പോൾ, ഒസയോങ് മാത്രല്ല ക്യൂജിനും ചോദിക്കുമ്പോൾ ജവോൻ മിണ്ടാതിരിക്കുന്നത് കണ്ട് അവർക്ക് മനസ്സിലാകും അവൻ അവളോട് ക്ഷമിച്ചെന്ന്. അവൻ അവന്റെ ക്യാമറ തിരിച്ചു കിട്ടിയോ എന്നൊക്കെ ഒസയോങ് ചോദിക്കുമ്പോഴും ജവോൻ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളെ തന്നെ കൊല്ലാൻ തോന്നിയിട്ടുണ്ടോ എന്ന് ലീനോ ക്യാമറ നോക്കി പറയുന്നത് കേട്ട് അവളല്ല ആ ക്യാമറ കള്ളൻ, എന്റെ മനസ്സ് പറഞ്ഞു അവൾ തന്നെയാണെന്ന്, പക്ഷെ അവൾ എന്തിനാ അവളെ തന്നെ കൊല്ലുന്നത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നല്ലൊരു മനസ്സിനുടമയാണ്, സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കരുത് എന്നൊക്കെ ഒസയോ ക്യാമറ നോക്കി ഒരു മെസ്സേജ് പറയും. അവളല്ല ക്യാമറ മോഷ്ടിച്ചത് എന്ന് നറേറ്റർ പറയുമ്പം പിന്നെ ആരാ മോഷ്ടിച്ചതെന്ന് ഒസയും ക്യൂരിയസോടെ ചോദിക്കും. ഈ സമയത്താണ് ക്യാമറന്റെ ബ്രാൻഡ് എന്താണെന്ന് കാങ്ക്യോൻ ചോദിക്കുന്നത്. എനിക്ക് ബ്രാൻഡ് ഒന്നും അറിഞ്ഞൂടാ, പക്ഷെ അതിന് 10 ബില്യൺ ആണെന്നാണ് ക്യൂജിൻ എന്നോട് പറഞ്ഞത്. 10 ബില്യൺ എന്ന് കേട്ട് കാങ്കോം ഷോക്കാകും. അവൾക്ക് വേണ്ടി വീഡിയോ മെസ്സേജ് അയക്കാൻ വേണ്ടി നറേറ്റർ പറയുമ്പോൾ അങ്ങനെ ചെയ്യരുത്, എല്ലാവരും നിന്നെ കളിയാക്കും എന്ന് ക്യൂജിൻ പറയുന്നുണ്ടെങ്കിലും അവൻ പറഞ്ഞത് കേൾക്കാതെ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ജവോൻ ചോദിക്കും. ഇത്രയൊക്കെ നടന്നിട്ടും അവൻ വീണ്ടും അവളോട് ചോദിക്കുന്നത് കണ്ട് ക്യൂജിൻ ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോകും. അവളെ ടെറിബിൾ ഗേൾ എന്ന് വിളിച്ചതിനും ആ ക്യാമറാസ് ഒക്കെ അവൻ എറിഞ്ഞു പൊട്ടിച്ചതിനും അന്ന് രാത്രി അവളോട് ഒരുപാട് ദേഷ്യം പിടിച്ചതിനും ഒക്കെ ജവോൻ അവളോട് സോറി ചോദിക്കുകയാണ്. കാങ്കോൻ ഇപ്പോൾ ഇവരെ കുറിച്ചാണ് നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അവൻ അങ്ങനെ നോവൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലീനോ അവളുടെ റൂമിൽ നല്ല സൗണ്ടിൽ പാട്ടും വെച്ച് ഡാൻസ് കളിക്കുന്നത്. അവളെ മ്യൂസിക് വെച്ചത് കാരണം അവനെ നോവൽ എഴുതാൻ പറ്റുന്നില്ല എന്ന് അവൻ വന്ന് പറയുമ്പോൾ അവൾ മ്യൂസിക് ഒക്കെ ഓഫ് ചെയ്ത് ഫുഡ് കുക്ക് ചെയ്യാൻ പറയും. അന്ന് ഫുഡ് കുക്ക് ചെയ്യുന്നത് അവളുടെ ടേൺ ആണെങ്കിലും അവളോട് ഇപ്പൊ പറഞ്ഞത് ശരിയാവില്ല എന്ന് മനസ്സിലായി കാങ്കോൻ തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി പോകും. എപ്പോഴും ഞാൻ തന്നെ കുക്ക് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അവളെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടെ ടേബിളിൽ അവൾ ഒരുപാട് വർക്ക് ചെയ്തു വെച്ചത് അവൻ കാണുന്നത്. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം ഒരു സൺഡേ ജവോൻ ഓഫീസിലേക്ക് ഇറങ്ങുമ്പോൾ ക്യാമറ നോക്കി പറയാണ്, ഈ ദിവസങ്ങളിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചു. ഇപ്പൊ നടന്നത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ ലവിന് ഒരു വാല്യൂ ഇല്ലാത്തതുപോലെയാണ്. അതുകൊണ്ട് ഞങ്ങളന്ന് ബീച്ചിൽ വെച്ച് കണ്ടുമുട്ടി, ഞങ്ങൾ ഇഷ്ടത്തിലായി. ഞാൻ അവൾക്ക് ഗിഫ്റ്റായിട്ട് എന്റെ ക്യാമറാസ് കൊടുത്തു. പിന്നീട് ഞങ്ങൾ ആ ബീച്ചിൽ വെച്ച് തന്നെ ബ്രേക്കപ്പ് ആയി. ഇങ്ങനെ ആലോചിക്കാനാണ് ഇപ്പൊ എനിക്കിഷ്ടം. കാങ്കോൻ ഇപ്പൊ റിനിയുടെയും ക്യൂജിന്റെയും അടുത്ത് ലീനോ ഇപ്പൊ സ്ട്രേഞ്ച് ആയിട്ട് ബിഹേവ് ചെയ്തതിനെ കുറിച്ച് പറയാണ്. ഒരു ദിവസം അവൾ ഫുൾ ഡേ ഡാൻസ് കളിച്ചു. ഇന്നലെ ഞങ്ങൾ മൂവി കാണുമ്പോൾ മൂവിയിലെ സ്പോർട്സിനെ കുറിച്ചുള്ള സീനാണ് കാണിക്കുന്നത്, പക്ഷെ അത് കൊണ്ടുകൊണ്ട് അവൾ കരയുകയായിരിക്കും. ഇതിലെന്താ കരയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ നിന്നെ പോലുള്ള ഇഡിയറ്റിന് ഇത് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നാണ് അവൾ പറയുക. പിന്നെ ഇന്നാണെങ്കിൽ അവൾ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ മരിക്കുന്നത് വരെ ഈ റിഗ്രറ്റ് എനിക്ക് ഉണ്ടാകും. ഞാൻ നിന്നോട് ചെയ്തതിനൊക്കെ ഞാൻ അനുഭവിക്കും. ഇതൊക്കെയായിരുന്നു എനിക്ക് അന്ന് നിന്നോട് പറയേണ്ടിയിരുന്നത്. നീ ഒരു ടെറിബിൾ ഗേൾ ആണെന്ന് അവൾ അവളെ തന്നെ നോക്കി പറയും. അവൾക്ക് ബിസിനസ്സിൽ ക്ലയന്റിനെ കിട്ടാഞ്ഞിട്ടാണ് ഇവൾ ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് കാങ്കോൻ വിചാരിക്കുന്നത്. അവൾ അവിടെ ഉണ്ടാക്കി വെച്ച പ്രപ്പോസൽസ് ഒക്കെ അവൻ ക്യൂജിന് കൊടുക്കുന്നു. റെനീന്റെ ഫ്രണ്ട് ഉണ്ടാക്കിയ പ്രപ്പോസലാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ലീനോന്റെ പ്രപ്പോസലൊക്കെ ക്യൂജിൻ ജവോന് കാണിച്ചു കൊടുക്കും. അവൻ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവളുടെ വിസിറ്റിംഗ് കാർഡ് അവിടെ വീണ് പോകും. അത് നോക്കിയിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാതെ അത് അവൻ അവിടെ തന്നെ വെക്കും. ഇപ്പൊ അവരുടെ ഓഫീസിലേക്ക് അവരുടെ ക്ലയന്റ് മീറ്റിംഗിനായിട്ട് വന്നിരിക്കുകയാണ്. അവരുടെ കൂടെ തന്നെ റിനി അവർക്ക് ഫുഡുമായിട്ട് വരും. ആ ലേഡി അവരുടെ വീട് പൊളിച്ച്
അവിടെ വേറെ വീട് ഉണ്ടാക്കാനുള്ള പ്ലാൻ ആയിട്ടാണ് വന്നത്. അവരങ്ങനെ വീടിന്റെ ഫോട്ടോസ് ഒക്കെ നോക്കുമ്പോൾ അവരുടെ കുട്ടിയുടെ ഫോട്ടോ കൊണ്ട് എത്ര മാസമായി കുട്ടിക്ക് ചോദിക്കുമ്പോൾ 9 months ആയി എന്നൊക്കെ ആ ലേഡി പറയും. ക്യൂച്ചിനെ സാമ്പിൾ എടുക്കാൻ പറഞ്ഞയക്കുമ്പോഴാണ് അവിടേക്ക് ആ ലേഡിന്റെ ഹസ്ബൻഡ് വരുന്നത്. അയാൾ അങ്ങനെ കയറി വരുമ്പോൾ ക്യൂച്ചിനെ കണ്ട് ഒന്ന് സ്റ്റക്കായി നിൽക്കും. ഇത് നിന്റെ കമ്പനി ആയിരുന്നല്ലേ എന്ന് ആൾ ചോദിക്കുമ്പോൾ അവർ തമ്മിൽ അത്രയ്ക്ക് നല്ല ടേമിലല്ലാന്ന് മനസ്സിലാകും. അവരെ മാത്രമല്ല റിനിയെയും അയാൾക്കറിയാം. ഇവർ രണ്ടുപേരുടെ ഇടയിൽ പെട്ടുപോയ അവസ്ഥയിലാണ് അയാൾ. കയ്യിലുള്ള പേപ്പറൊക്കെ ക്യൂച്ചിൻ ദേഷ്യത്തോടെ ടേബിളിൽ വെച്ച് നിന്റെ മാരേജ് കഴിഞ്ഞല്ലേ, നിനക്ക് 9 months ആയ കുട്ടിയുണ്ടല്ലേ എന്നൊക്കെ ദേഷ്യത്തോടെ ചോദിക്കും. അവനത് ചോദിച്ചു നിൽക്കുമ്പോഴേക്കും കൺട്രോൾ വിട്ട് റിനി വന്ന് അവന്റെ തലയ്ക്ക് വന്നിടിക്കും. എന്താ കാര്യമെന്നറിയാതെ ജവോൻ അവൾ തടയാനൊക്കെ നോക്കും. ലീനോന്റെ ഫിയാൻസി ആയിരുന്നു ഈ ചെക്കൻ. അവളുമായിട്ട് എൻഗേജ്ഡ് ആയ സമയത്തായിരിക്കും ഇവൻ ഈ ഗേളുമായിട്ട് റിലേഷനിലായി അവർക്ക് കുട്ടി ഉണ്ടാവുന്നത്. നിങ്ങളുടെ റിലേഷൻ അവൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും അല്ലേ, അതുകൊണ്ടായിരിക്കും അല്ലേ അവൾ 3 മാസത്തേക്ക് ഡിസപ്പിയർ ആയത് എന്നൊക്കെ റിനി ചോദിക്കുമ്പോൾ ആ ചെക്കൻ അവളെ തള്ളി മാറ്റും. റിനിയെ തള്ളിയിട്ടത് കണ്ട് ക്യൂച്ചിൻ അവന്റെ മുഖത്തിട്ട് ഇടിക്കും. ക്യൂച്ചിൻ വീണ്ടും ആ ചെക്കനെ ഇടിക്കാൻ പോകുമ്പോൾ ജവോനൊക്കെ അവനെ മാറ്റുന്നുണ്ട്. ഈ സമയം റിനി ടേബിളിൽ ഉണ്ടായിരുന്ന ഒരു കോളയുടെ കുപ്പിയെടുത്ത് ഓപ്പൺ ചെയ്തുകൊണ്ട് ആ കോള ഫുള്ള് അവരുടെ മേൽ സ്പ്രെഡ് ചെയ്യും. എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കാണ് ജവോൻ. ഇതേ സമയം കാങ്കുവാനും ലീനോയും കൂടി സ്പോർട്സ് കണ്ടുകൊണ്ട് പിസയൊക്കെ കഴിക്കായിരിക്കും. കഴിക്കുമ്പോഴും പെട്ടെന്ന് അവൾ കരയാൻ തുടങ്ങും. ലീനോയെ ആ ചെക്കൻ ചതിച്ചതിന്റെ പേരിൽ റിനി അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ ഫുൾ ക്ലീൻ ആക്കുന്ന ജവോൻ കരയേണ്ടത് ഞാനല്ലേ, നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത്, ഇന്ന് തന്നെ നീ എന്തിനാ ഇവിടേക്ക് വന്നത് എന്നൊക്കെ അവൻ ദേഷ്യം പിടിച്ചുകൊണ്ടേ നിൽക്കും. അവനെ സമാധാനിപ്പിച്ച് ചോറ് ചോദിക്കുന്ന ക്യൂച്ചിനോടും ക്ലയന്റിനെ ഇടിച്ചതിന്റെ പേരിൽ അവൻ ഒരുപാട് ചീത്ത പറയും. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് നിലത്ത് അവളുടെ വിസിറ്റിംഗ് കാർഡ് വീണ് കിടക്കുന്നത് കാണുന്നത്. അതെടുത്ത് നോക്കുമ്പോൾ അതിലെ പേര് കണ്ടപ്പോൾ അവൻ അവളുടെ പേര് ഓർമ്മ വരും. ഇത് അവളായിരിക്കില്ല എന്ന് വിചാരിച്ച് അവൻ ആ കാർഡ് അവിടെ തന്നെ ഇടും. അപ്പൊ അവന്റെ മൈൻഡിലേക്ക് റിനി ആ ചെക്കനോട് ദേഷ്യം പിടിച്ചപ്പോ 3 മാസം ലീനോ ഡിസപ്പിയർ ആയ കാര്യം ഓർത്ത് അത് അവൾ തന്നെ ആയിരിക്കോ എന്ന് അവന് തോന്നും. അത് ചോദിക്കാൻ വേണ്ടി ക്യൂച്ചിന്റെ അടുത്തേക്ക് വരുമ്പോൾ ക്യൂച്ചിൻ അവിടെ നിന്ന് പോയിട്ടുണ്ടാകും. അവളുടെ പ്രപ്പോസൽ എടുത്ത് നോക്കുമ്പോൾ അതിലെ പ്ലേസ് കണ്ട് അവൻ അവളെ കണ്ടുമുട്ടിയതും ആ പ്ലേസിൽ വെച്ചായിരുന്നു. ഇനി അത് യൂസറെ തന്നെയാണോ എന്നോർത്ത് അവൻ ഫോൺ എടുത്ത് അവളെ വിളിക്കാൻ നോക്കുമ്പോഴും അവന്റെ മഞ്ഞില് അത് അവളായിരിക്കില്ല എന്ന് തോന്നും. അങ്ങനെ അവസാനം അവൻ അവിടുത്തെ ലാൻഡ് നമ്പറിൽ നിന്നും ആ നമ്പറിലേക്ക് വിളിക്കും. കാങ്കോനും അവളും ബാലൻസ് വന്ന പിസയ്ക്ക് വേണ്ടി അടിയുണ്ടാക്കി നിൽക്കുമ്പോഴാണ് അവളുടെ ഫോണിലേക്ക് അവൻ വിളിക്കുന്നത്. അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കാങ്കോൻ പിസ കഴിക്കുമ്പോൾ അവൾ ഫോൺ അവിടെ വെച്ച് അതിന്റെ പേരിൽ അടിയാകും. കറക്റ്റ് ആ സമയത്തായിരിക്കും ടിവിയിൽ സ്പോർട്സിൽ അവർ സ്കോർ ചെയ്തത്. TV നോക്കി നിൽക്കുന്ന സമയത്താണെങ്കിൽ കാങ്കോൻ അറിയാതെ റിമോട്ട് ചവിട്ടി ആ TV ഓഫ് ആകും. ഫോണിലൂടെ ഇവരുടെ സൗണ്ട് ഒക്കെ കേട്ടുകൊണ്ട് അത് യൂസറിന്റെ തന്നെയാണെന്ന് മനസ്സിലാക്കി അവൻ ഷോക്ക് ആയിക്കൊണ്ട് കോള് കട്ട് ചെയ്യും. അവൾ റിമോട്ട് തരാൻ വേണ്ടി ടേബിളിന്റെ അടിയിലേക്ക് കുനിഞ്ഞപ്പോൾ അവളുടെ കഴുത്തിലെ റിങ് പുറത്തേക്ക് വരും. ആ റിങ് കണ്ട കാങ്കോൻ അതിനെ കുറിച്ച് അവളോട് ചോദിക്കും. ഫോണിലൂടെ കാങ്കോന്റെ സൗണ്ട് കേട്ട് ലീനോ ഒരു ഗൈനെ ഡേറ്റ് ചെയ്യാണ് എന്നാണ് ജവാൻ വിചാരിച്ചിരിക്കുന്നത്. ആ ദിവസം ജവാൻ ഉറക്കം കിട്ടിയിട്ടുണ്ടാവില്ല. ഓൾറെഡി അവൾ ഫേക്ക് നെയിം പറഞ്ഞതിന്റെ പേരിൽ അവൻ അവളുടെ ദേഷ്യമാണ്. അതിന്റെ കൂടെ അവൾ റിനിയുടെ ഫ്രണ്ട് ആണെന്നും ക്യൂച്ചിനെയും അവൾക്ക് അറിയാമെന്നും ഇത്ര കാലം ഇത്ര ക്ലോസ് ആയി നിന്നിട്ടും ഇതൊന്നും അവൻ അറിഞ്ഞില്ല എന്നൊക്കെ ഓർത്ത് അവൻ അവിടെ നിന്ന് വളരെ ദേഷ്യം പിടിക്കും. ഇന്റർവ്യൂ എടുക്കുന്നവരോട് ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് അവിടെ നിന്ന് പോകാൻ പറഞ്ഞ് അവൻ ഡോറൊക്കെ അടയ്ക്കും. ലീന ഫുൾ ടൈം വീട്ടിലിരിക്കുന്നത് കൊണ്ട് റിനി അവളെയും കൂടി പാർക്കിൽ വന്ന് എക്സസൈസ് ഒക്കെ ചെയ്യുകയാണ്. അവർ രണ്ടുപേരും നല്ല എൻജോയ് ചെയ്തുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. അവളുടെ കൂടെ ഒരു ഗൈ ഉള്ളതാണ് ഇപ്പൊ ജവൻ ദേഷ്യം പിടിക്കാനുള്ള കാരണം. കാങ്കുനും അവരുടെ കൂടെ അവന്റെ ബുക്കൊക്കെ വായിച്ചുകൊണ്ട് എക്സസൈസ് ചെയ്യാണ്. ഈ പാവം കാങ്കുനെ കുറിച്ചാണ് ജവൻ എത്തിക്ക് ദേഷ്യം പിടിക്കുന്നത്. ഇവര് 3 പേരും വീട്ടിലെത്തി ഫുഡ് കഴിക്കുമ്പോൾ പാർക്കിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ അവിടെ ഫുൾ തണുപ്പാണ്, നമുക്കൊരു ജിമ്മിൽ മെമ്പർഷിപ്പ് എടുത്താലോ എന്നൊക്കെ ലിയുനെ പറയുമ്പോൾ അതിന് മാത്രമുള്ള ഫണ്ടൊന്നും എന്റെ അടുത്ത് ഇല്ല എന്ന് റിനി പറയുന്നത് കേട്ട് നിനക്ക് ക്യൂച്ചിനില്ലേ, നീ അവനെ മാരി ചെയ്യില്ലേ എന്നൊക്കെ കാങ്കുവൻ ചോദിക്കുമ്പോൾ ഞാൻ ആരെ മാരി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ക്യൂച്ചിനെ വരെ ഞാൻ മാരി ചെയ്യില്ല എന്ന് റിനി പറയും. അത് കേട്ട് ഷോക്കായി നിൽക്കുമ്പോഴാണ് ലീനോന്റെ ഫോണിലേക്ക് കോൾ വരുന്നത്. അവളുടെ മാർക്കറ്റിംഗ് കമ്പനിന്റെ പ്രസന്റേഷന് വേണ്ടിയാണ് കോൾ വന്നിരുന്നത്. ഞങ്ങൾ ഇന്ന് മൂവിക്ക് വേണ്ടി പോവുകയാണെന്ന് കാങ്കോൻ പറയുമ്പോൾ അവന്റെ വായൊക്കെ പൊത്തി പിടിച്ചുകൊണ്ട് ഞാൻ ഇന്ന് പ്രസന്റേഷന് വരാമെന്ന് പറഞ്ഞ് ലീന കോള് കട്ട് ചെയ്യും. അവൾക്ക് വർക്ക് കിട്ടാൻ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ലീനോയും റിനിയും. നേരത്തെ നീ ക്യൂച്ചിന്റെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞത് സീരിയസ് ആയിട്ടാണോ എന്ന് കാങ്കോൻ ചോദിക്കുമ്പോൾ ഞാനും ക്യൂച്ചിനും അതിനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചിട്ടേ ഇല്ല എന്നാണ് റിനി പറയുന്നത്. ഇപ്പൊ മാരേജിനെ കുറിച്ച് സംസാരിക്കാനുള്ള സമയമൊന്നുമല്ല, ഇപ്പൊ നമ്മൾ പ്രസന്റിൽ ജീവിക്കാനുള്ള വഴിയാണ് നോക്കേണ്ടത്. നീ ഇപ്പൊ നോവലൊന്നും എഴുതുന്നില്ലല്ലോ എന്ന് കാങ്കോനോട് ലീന ചോദിക്കും. ക്യൂജിൻ ഒരു ഇന്റീരിയർ ഷോപ്പിൽ പോയിട്ട് അവിടുന്ന് ഒരു ചെറിയ ടേബിളൊക്കെ വാങ്ങി വരും. അവൻ നേരെ വരുന്നത് റിനിയുടെ അടുത്തേക്കാണ്. റിനിയാണെങ്കിൽ ലീനോയുടെ ടേബിൾ കേടായത് കൊണ്ട് അവൾക്ക് വേണ്ടി ഒരു യൂസ്ഡ് ചെറിയ ടേബിളുമായിട്ട് വരുമായിരിക്കും. ഞാൻ ഓൾറെഡി ഒരു ടേബിൾ വാങ്ങി എന്നും പറഞ്ഞ് ക്യൂജിൻ അവൾക്ക് ആ ടേബിളൊക്കെ കാണിച്ചു കൊടുക്കും. ഇപ്പൊ ക്യൂജിനെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ലീനോയെ കുറിച്ച് ചോദിക്കുകയാണ് ജവൻ. അന്ന് ഇവിടെ വന്ന ക്ലയന്റും ലീനോയും തമ്മിൽ എൻഗേജ്ഡ് ആയിരുന്നോ എന്നൊക്കെ അവൻ ചോദിക്കും. റിനി കാങ്കോനോട് ലീനോന്റെ ഫിയാൻസിയെ കണ്ട കാര്യമൊക്കെ പറയും. അവനൊരു വൈഫുണ്ട്, അവൻ 9 months ആയ കുട്ടിയും ഉണ്ട്. ലീനോ ആയിട്ട് എൻഗേജ്ഡ് ആയ സമയത്തെ അവൾ പ്രഗ്നന്റ് ആയിരുന്നു എന്നൊക്കെ റിനി പറഞ്ഞത് കേട്ട് അവൻ അവളെ ചീറ്റ് ചെയ്യുകയായിരുന്നു എന്നറിഞ്ഞ് കാങ്കോൻ അവനെ അടിക്കാൻ വേണ്ടി എഴുന്നേൽക്കും. ക്യൂജിൻ ഓൾറെഡി അവൻ അടിച്ചെന്നും പറഞ്ഞ്
റിനി അവനെ സമാധാനിപ്പിക്കും. ആ ചെക്കൻ സ്റ്റോളിലേക്ക് വന്നാൽ അവർ മാരേജ് ചെയ്യാൻ റെഡിയായി നിൽക്കുകയായിരുന്നു. അതിനു മുമ്പ് അവർ ബൂസ്റ്റാനിൽ ഒരുമിച്ച് ജീവിക്കാനായിരുന്നു പ്ലാൻ. അവൾ അവിടെ അവൾക്കൊരു ജോബും സെറ്റ് ആക്കിയിരുന്നു. ആ സമയത്താണ് ഇവര് ബ്രേക്കപ്പ് ആവുന്നത്. ഇത് നടക്കുന്ന സമയത്ത് റിനി UK-യിലായിരുന്നു. ലീനോയ്ക്ക് വേണ്ടി അവൾ UK-യിൽ നിന്ന് വന്നു. പക്ഷെ അപ്പോഴേക്കും ലീനോ അവിടുന്ന് പോയിരുന്നു. അവള് ജോബ് സെറ്റാക്കിയ ഹോട്ടലിൽ അവർ പോയി നോക്കുമ്പോഴാണ് അറിയുന്നത് അവൾക്ക് അവിടെ ജോബ് കിട്ടിയിട്ടില്ല എന്ന്. അവൾ അവളുടെ ഫോൺ ഒഴിവാക്കിയിരുന്നു. ഞങ്ങൾ റിപ്പോർട്ടേഴ്സിന് അവളുടെ മിസ്സിംഗ് കേസ് ഫയൽ ചെയ്തു. റിനി എല്ലാ ദിവസവും കരയായിരുന്നു എന്നൊക്കെ ക്യുച്ചിൻ അവനോട് പറയും. അവൾ തിരിച്ചു വന്നതിന് ശേഷം അവൾ എവിടെയായിരുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞോ എന്ന് ജവോൻ ചോദിക്കുമ്പോൾ അവര് ബ്രേക്കപ്പ് ആയ റീസൺ വരെ ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല. അവള് ബ്രേക്കപ്പ് ആയി അവളുടെ പുതിയ ജോബ് പോയി. അവൾക്ക് താമസിക്കാൻ ഒരു സ്ഥലമില്ല. അവൾ എത്രയ്ക്ക് സങ്കടപ്പെട്ടിട്ടുണ്ടാകും. അതിനുശേഷമാണ് അവൾ ചേഞ്ച് ആയത്. അവൾ പോകുന്നതിന് മുമ്പ് വരെ ഒരു കാമായ ഒരു പാവം കുട്ടിയായിരുന്നു. അവൾ അത്രയ്ക്ക് ഇന്നസെന്റ് ആയിരുന്നു എന്ന് ജവോൻ ചോദിക്കും. ലീനോ ഒരു കമ്പനിയിലെ അവളുടെ മാർക്കറ്റിംഗ് ഐഡിയാസ് ഒക്കെ പ്രസന്റ് ചെയ്യാണ്. അവിടുത്തെ പ്രസന്റേഷൻ ഒക്കെ കഴിഞ്ഞ് അവർ പുറത്തു വരുമ്പോൾ അവിടെ ഇന്റർവ്യൂവിനായിട്ട് ഒരുപാട് പേര് വന്നിരുന്നു. അവരെല്ലാം കാണുമ്പോൾ അവൾക്ക് പണ്ട് അവളുടെ ഇന്റർവ്യൂ ഓർമ്മ വരും. അവൾ ടെൻഷൻ അടിച്ചുകൊണ്ട് ഇന്റർവ്യൂവിനുള്ളതൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അവളുടെ സൈഡിലിരിക്കുന്ന കുട്ടിയാണെങ്കിൽ നല്ല കൂളായിട്ടിരിക്കും. ആ കുട്ടിയുടെ കയ്യിൽ ഒരു ടാറ്റുവും ഉണ്ടാകും. ഈ ടാറ്റു ഏതാണെന്നറിയോ? അന്ന് യൂസോനന്റെ കയ്യിൽ ജവോൻ കണ്ട ടാറ്റു. ആ കുട്ടിയുടെ പേരാണ് യൂസോന. അവളുടെ പേരിലും അവളുടെ വൈബിലുമാണ് പിന്നീട് ലീനോ ജീവിച്ചത്. അന്ന് ഞാൻ യൂസോനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എവിടെ എത്തുമായിരുന്നു എന്നോർത്തുകൊണ്ട് അവിടെ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നവർക്കൊക്കെ അവൾ മോട്ടിവേഷൻ കൊടുക്കും. ഇവരുടെ കമ്പനിയായിട്ട് ടൈപ്പ് ആവാൻ വേണ്ടി ഞാൻ അവൾക്ക് റിക്വസ്റ്റ് അയക്കാമെന്ന് ക്യുച്ചിൻ പറയും. നാളെ അവളുടെ റൂഫ് ടോപ്പിൽ വെച്ച് ഞങ്ങളൊരു ക്യാമ്പിംഗ് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞ് ജവോൻ അവനെ ഇൻവൈറ്റ് ചെയ്യും. ജവോൻ വരാൻ മടിക്കുന്നുണ്ടെങ്കിലും ക്യുച്ചിൻ അവനെ വിളിക്കും. അവിടെ വെച്ച് നമുക്ക് ഇതിനെ കുറിച്ച് അവളോട് സംസാരിക്കാമെന്നും നമ്മൾ ഇന്റർവ്യൂവിലുള്ള ഒരു നോവലിസ്റ്റ് ആയ കാങ്കുനില്ലേ അവനുമായിട്ട് അവൾ വീട് ഷെയർ ചെയ്യാനെന്നൊക്കെ ക്യുച്ചിൻ പറയുമ്പോൾ ഒരു ഗൈ ആയിട്ട് എന്തിനാ അവൾ വീട് ഷെയർ ചെയ്യുന്നത്? അവർ ഡേറ്റിംഗിലാണോ എന്നൊക്കെ ജവോൻ ചോദിക്കുമ്പോൾ അവർ ഡേറ്റിംഗിലൊന്നുമല്ല, അവർ കട്ട ഫ്രണ്ട്സ് ആണെന്നും പറഞ്ഞ് ക്യുച്ചിൻ അവിടെ നിന്ന് പോകും. അവർ ഡേറ്റിംഗിലല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ ജവോന്റെ ഫേസിൽ കാണാം. അവർ ക്യാമ്പിങ്ങിനായിട്ട് സാധനമൊക്കെ എടുത്തു നോക്കുമ്പോൾ അവളുടെ ഫിയാൻസിയെ കണ്ട കാര്യം അവളോട് പറയരുതെന്നൊക്കെ അവർ പറഞ്ഞു നിൽക്കുമ്പോഴാണ് അവളുടെ കഴുത്തിൽ മാച്ചിങ് റിങ് കണ്ട കാര്യം കാങ്കുൻ അവരോട് പറയുന്നത്. അവൾ ആരെങ്കിലും ഡേറ്റ് ചെയ്യുന്നുണ്ടാകും, അത് കണ്ടുപിടിക്കാനൊക്കെ ക്യുച്ചിൻ കാങ്കുനോട് പറയും. അവരവിടെ നിന്ന് ക്യാമ്പിങ് ചെയ്യുമ്പോഴാണ് ക്യുച്ചിന്റെ ഫോണിലേക്ക് ജവോൻ വിളിക്കുന്നത്. ജവോനോട് മുകളിലേക്ക് കയറി വരാന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ജവോൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന കാര്യം ക്യുച്ചിൻ അവരോട് പറയുന്നത്. ലീനോ ആകെ പെട്ട അവസ്ഥയിലാണ്. അവൻ അങ്ങനെ മുകളിലെത്തുമ്പോൾ കാങ്കുന് ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുത്ത് അവർ പരിചയപ്പെടും. ഇന്റർവ്യൂവിലൂടെ പരിചയപ്പെട്ട അവരെ ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത്. ഇതിന്റെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് റിനി ലീനോയെ കാണിച്ചു കൊടുക്കും. അവള് ഷോക്കായി നിൽക്കുമ്പോൾ അവൻ അവളെ അറിയാത്തതുപോലെ അവൾക്ക് നേരെ കൈ നീട്ടി പേര് പറഞ്ഞ് അവനെ പരിചയപ്പെടുത്തും. ജവോന്റെ കയ്യിൽ റിങ് കാണാത്തത് കൊണ്ട് ആ റിങ് നീ അഴിച്ചു വെച്ചോ എന്ന് ക്യുച്ചിൻ ചോദിക്കുമ്പോൾ ഞാൻ ആ റിങ് കളഞ്ഞു, അവളെ കുറിച്ചുള്ളതെല്ലാം കള്ളമായിരുന്നല്ലോ എന്ന് അവളെ നോക്കിക്കൊണ്ട് അവൻ പറയും. അവരെല്ലാവരും കൂടി പാർട്ടി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ജവോനെ ഡ്രിങ്ക്സ് കുടിക്കാൻ ക്യുച്ചിൻ സമ്മതിക്കാത്തത് കൊണ്ട് അവന് വെള്ളമൊക്കെയാണ് കൊടുക്കുന്നത്. ഈ പ്രശ്നത്തിനെ കുറിച്ചൊക്കെ എന്താ നിന്റെ അഭിപ്രായം എന്ന് ജവോൻ ലിയോനോട് ചോദിക്കും. നീ നിന്റെ പേഴ്സണൽ ലൈഫൊക്കെ എല്ലാവരോടും പറഞ്ഞു നടക്കുമല്ലേ എന്നവൾ പറഞ്ഞത് കേട്ട് അവനുള്ളിൽ ഒതുക്കിയ ഫ്രസ്ട്രേഷനൊക്കെ അവർ പുറത്തു വരും. പെട്ടെന്നാണ് അവന് ഓർമ്മ വരുന്നത് എല്ലാവരുടെയും മുമ്പിലാണ് അവരുള്ളതെന്ന്. അവളുടെ കഴുത്തിലെ റിങ് കാണിക്കാനൊക്കെ കാങ്കുൻ പറയുമ്പോൾ എന്റെ റിങ്ങൊന്നും ഞാൻ കാണിക്കില്ല, എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ അതൊന്നും നിങ്ങളോട് പറയുകയുമില്ല, ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല, ഞാൻ എല്ലാ കാര്യവും സീക്രട്ട് ആയാണ് വെക്കുക എന്ന് പറഞ്ഞ് അവൾ ബാത്റൂമിലേക്കൊന്ന് പറഞ്ഞു പോകും. അവളുടെ ബിസിനസിന്റെ റിക്വസ്റ്റ് ഒക്കെ ക്യുച്ചിന് കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ കൊടുത്തോളാം, എന്തായാലും എനിക്ക് ബാത്റൂമിൽ പോകാനുണ്ടെന്ന് പറഞ്ഞ് അത് വാങ്ങി ജവോൻ അകത്തേക്ക് കയറും. അവൻ അകത്തേക്ക് വന്ന് അവളുമായി സംസാരിക്കുമ്പോൾ അവനുമായി ബിസിനസ് ചെയ്യാൻ അവൾക്ക് താല്പര്യമില്ല എന്ന് അവൾ പറയും. ജവോനും അവളുടെ കൂടെ ബിസിനസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല. അവനോട് അവിടെ നിന്ന് പൊയ്ക്കോളാൻ വേണ്ടി അവൾ പറയുമ്പോൾ നിനക്ക് എന്നോട് ഒന്നും പറയാനില്ലേ? നീ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? എന്തിനാണ് എൻ്റെ അടുത്ത് ഹൈഡ് ചെയ്യുന്നത്? നമ്മുടെ റിലേഷൻ ബാക്കിയുള്ളവരിൽ നിന്ന് എന്തിനാണ് ഹൈഡ് ചെയ്യുന്നത്? അങ്ങനെ ഒന്നും നിനക്ക് പറയാനില്ലേ എന്നൊക്കെ ജവോൻ അവളോട് ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് നീ എന്റെ സയോനയെ പോലെയല്ല, സയോന ആയിരുന്നെങ്കിൽ അവൾ എന്നോട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു, അവൾ എന്നിൽ നിന്നും ഒന്നും ഹൈഡ് ചെയ്യില്ലായിരുന്നു. അതാണ് എനിക്ക് അവളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. അവൾക്ക് അഥവാ ബ്രേക്കപ്പ് വേണമെങ്കിൽ ആ കാര്യം എനിക്ക് ആദ്യമേ മനസ്സിലാകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ അവിടുന്ന് പോകും. അവനതൊക്കെ പറഞ്ഞു പോയതിനു ശേഷം അവൾ അവിടെ ഇരുന്ന് ഒരുപാട് കരയും. പുറത്തു വന്ന ജവോൻ എനിക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും.
എല്ലാവരും പോയതിനു ശേഷം ലീന പുറത്തേക്ക് വന്ന് നീയാണോ എന്റെ പ്രപ്പോസൽ അവർക്ക് കൊടുത്തത് എന്നൊക്കെ ചോദിച്ച് അവിടെ നിന്ന് ഡ്രിങ്ക്സ് ഒക്കെ അവൾ കുടിക്കും. ഫ്രഷായി വരുന്ന കാങ്കോൻ അവിടെയുള്ള ബോട്ടിൽ കാലിയത് കണ്ട് ഇത് ഫുള്ള് നീ തീർത്തോ, ഇത് എത്രയ്ക്ക് എക്സ്പെൻസീവ് ആണെന്ന് അറിയോ എന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ റൂമിലേക്ക് പോകുമ്പോഴാണ് കാണുന്നത് അവിടെ അവളില്ല എന്ന്. അവളുടെ ലഗേജ് ഒക്കെ ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകും. അവളുടെ ഓപ്പോസിറ്റായി ഒസയോങ്ങും ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് പകുതി ബോധത്തിൽ അങ്ങോട്ട് നടന്നു വരും. ഡെയിലി ഡ്രിങ്ക്സ് അടിക്കുന്നത് കൊണ്ട് അവളുടെ അച്ഛൻ പുറത്താക്കി. അങ്ങനെ കാങ്കോനെ കാണാനാണ് അവളിപ്പോ വന്നത്. അവൾക്കിപ്പോഴും കാങ്കോനെ ഇഷ്ടമാണ്. അവർ റിലേഷനിലുള്ള സമയത്ത് അവൻ പറഞ്ഞിട്ടുണ്ടാകും, നമ്മൾ ബ്രേക്കപ്പ് ആയാലും നിനക്ക് എപ്പോഴൊക്കെ നിന്റെ അമ്മയെ മിസ് ചെയ്യുന്നോ അപ്പോഴൊക്കെ എൻ്റെ അടുത്ത് വരാമെന്ന്. നിനക്ക് അവനെ ഇഷ്ടമല്ലേ എന്ന് ഒസയോം ചോദിക്കുമ്പോൾ ഞാനെന്തിനാ അവനെ ഇഷ്ടപ്പെടുന്നത്, അവൻ ഡിസ്കസ്റ്റിംഗ് ആണെന്ന് ലിയുന പറഞ്ഞത് കേട്ട് ഒസയോങ് അവളുടെ തലക്കിടിക്കും. അവൻ ഡിസ്കസ്റ്റിംഗ് ഒന്നുമില്ല, അവൻ സെക്സി ആണെന്നൊക്കെ ഒസയോങ് പറയും. എനിക്ക് നിന്നെ പണ്ട് മുതലേ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് ഒസയോങ് അവളോട് അവിടുന്ന് പോകാനൊക്കെ പറയും. ലീനോ ഇപ്പോൾ ഒരു ബസ്സിൽ കയറി പോവുകയാണ്. അവൾ എപ്പോഴും ഡ്രിങ്ക്സ് അടിച്ചാൽ ഇതേപോലെ ലഗേജും എടുത്ത് ബസ്സിൽ പോകും. അവൾ അവിടെ ഇരുന്ന് അവളുടെ പാസ്റ്റൊക്കെ ആലോചിക്കും. അവൾ അവളുടെ ഫിയാൻസിയുടെ അടുത്തേക്ക് പോകുമ്പോഴാണ് അവനെ അവിടുന്ന് വേറൊരു ഗേളിന്റെ കൂടെ അവൾ കാണുന്നത്. നീ ഈ കാര്യമൊന്നും എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്ന് അവൾ ചോദിക്കുമ്പോൾ നിനക്ക് ഞാൻ ഒരുപാട് ക്ലൂ തന്നിട്ടില്ലേ, നീ വളരെ ബോറിങ്ങും ഓർഡിനറി ഗേളുമാണ് എന്നൊക്കെ അവൻ പറഞ്ഞത് കേട്ട് കരഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. അവളുടെ ഫോണിലേക്ക് കോളുകൾ വന്നുകൊണ്ടേ നിൽക്കുമ്പോൾ അവിടെയുള്ള ഒരു വേസ്റ്റ് ബിന്നിൽ അവൾ അവളുടെ ഫോൺ കളയും. അവൾ ജോബിന് ജോയിൻ ചെയ്യാൻ വേണ്ടി വരുമ്പോഴാണ് അറിയുന്നത് അവളുടെ ജോബ് ക്യാൻസൽ ആയെന്ന്. അവൾക്ക് ഇമെയിൽസ് ഒക്കെ അയച്ചിരുന്നു, പക്ഷെ അവൾ ഫോൺ ഉപേക്ഷിച്ചത് കൊണ്ട് അവൾക്ക് അതൊന്നും അറിയാൻ പറ്റിയില്ല. അവളുടെ കൂടെ ഇന്റർവ്യൂവിന് വന്ന ശരിക്കുമുള്ള യൂസിനൊക്കെയാണ് ജോലി കിട്ടിയത്. എന്തുകൊണ്ടാണ് അവളെ അപ്പോയിന്റ് ചെയ്യാതെ യൂസിനെ അപ്പോയിന്റ് ചെയ്തത് എന്ന് അവൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു എനർജറ്റിക് ആയ ടീം മെമ്പറെ ആയിരുന്നു ആവശ്യം. അവളുടെ ഇന്റർവ്യൂ നീ കണ്ടതല്ലേ, നിന്റെ ഇന്റർവ്യൂ ഒരു ഓർഡിനറി ഇന്റർവ്യൂ ആയിരുന്നു എന്ന് അവർ പറയും. അവൾ അവിടുന്ന് ബസ് കയറി പോകുമ്പോൾ ബസ്സിലിരുന്ന് അവൾ ഒരുപാട് കരയും. ആ ബസ് കയറി അവൾ എത്തിപ്പെടുന്നത് ആ ബീച്ച് സൈഡിലാണ്. റാറാസ് റെസ്റ്റോറന്റ് കണ്ട് അവൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ കയറുമ്പോൾ കഴിക്കാൻ വേണ്ടി അവൾ റാമിയോൺ ഓർഡർ ചെയ്യും. എല്ലാവരും അത് തന്നെയാണ് ഓർഡർ ചെയ്യാറ് എന്ന് റാറ പറഞ്ഞത് കേട്ട് അവൾ അത് ക്യാൻസൽ ചെയ്ത് വേറൊരു ഫുഡ് ഓർഡർ ചെയ്യും. അപ്പം മുതൽ അവൾ തീരുമാനിച്ചതാണ് ഇനി മുതൽ ബാക്കി എല്ലാവരെയും പോലെ ഒരു കോമൺ ഗേളായിട്ട് അവൾ ജീവിക്കില്ല എന്ന്. ഫസ്റ്റ് ബൗൾ തീർത്തതിനു ശേഷം സെക്കൻഡ് ബൗളും അവൾ ഓർഡർ ചെയ്യും. അവൾ കഴിക്കുന്നത് കണ്ട് റാറയും ബിന്നും അവളുടെ അടുത്ത് വന്നിരിക്കും. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നോ എന്ന് റാറ ചോദിക്കുമ്പോൾ ഈ വീക്ക് ഞാൻ അധികം ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് അവൾ പറയും. ബാക്കി വന്ന കുറച്ച് ഡിഷ് കൂടി ബിൻ അവൾക്ക് കൊടുക്കും. അത് കഴിക്കുമ്പോഴും ലീനോ കരയുന്നുണ്ടാകും. അവൾക്കൊരു ജോബ് കൊടുക്കുമോ എന്ന് അവൾ അവരോട് ചോദിക്കും. അവരതിന് ഓക്കെ പറഞ്ഞതിന് ശേഷം അവളുടെ പേരൊക്കെ അവർ ചോദിക്കും. അപ്പോഴാണ് അവൾ യൂസനയെ കുറിച്ച് ഓർക്കുന്നത്. അവരുടെ ഇന്റർവ്യൂ ടൈമിൽ നല്ല കാഷ്വൽ ആയിട്ടായിരിക്കും യൂസന വന്നിട്ടുണ്ടാവുക. ഇന്റർവ്യൂ എടുക്കുന്നവർ അവരുടെ ഹോബിയെ കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് ഡാൻസ് ആണ് കളിക്കാൻ ഇഷ്ടമെന്ന് പറഞ്ഞ് അവിടെ ഉള്ള ഒരാളുടെ പാട്ട് വെക്കാൻ പറഞ്ഞുകൊണ്ട് അവൾ അപ്പൊ തന്നെ ഡാൻസ് കളിക്കും. കൂളായിട്ടുള്ള അവളുടെ ആ ബിഹേവിയർ കണ്ട് ഇന്റർവ്യൂ എടുക്കുന്നവർക്കൊക്കെ ഇഷ്ടമാകും. അതൊക്കെ ഓർത്തുകൊണ്ട് റാറായോടും ബിഞ്ഞിനോടും അവളുടെ പേര് യൂസന എന്ന് പറയും. അങ്ങനെയാണ് ലീനോ യൂസനായി മാറിയത്. ഇന്റർവ്യൂ എടുക്കുന്നവര് ബ്രേക്കപ്പിനെ കുറിച്ച് അവരോട് ചോദിക്കുമ്പോൾ എനിക്ക് കാങ്കുന് ബ്രേക്കപ്പ് ചെയ്യണമെന്നില്ലായിരുന്നു. ബാക്കി എല്ലാവരുമായിട്ട് ഞാൻ ബ്രേക്കപ്പ് ചെയ്യുമ്പോൾ അവരെ തിരിച്ചൊന്നും ചോദിക്കാറില്ല. പക്ഷെ കാങ്കുൻ മാത്രമാണ് അവളോട് റീസൺ ഒക്കെ ചോദിച്ചത്. അവന് മാത്രമാണ് അവളോട് ജെന്യൂൻ ആയിട്ട് ഇഷ്ടമുണ്ടായിരുന്നത്. അവള് ബ്രേക്കപ്പ് പറഞ്ഞ സമയത്ത് ഇങ്ങനെയൊന്നും ചെയ്യല്ലേ, എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് കാങ്കുൻ പറഞ്ഞിരുന്നെങ്കിൽ അവൾ അവനുമായിട്ട് ബ്രേക്കപ്പ് ചെയ്യില്ലായിരുന്നു. ആ റിലേഷൻ അങ്ങനെ എൻഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇപ്പൊ അതിനൊക്കെ ഒസയോ നന്നായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ലീനോയും ജെവോനുമായിട്ട് ബ്രേക്കപ്പ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവള് ക്യാമറ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അവിടേക്ക് വന്നിരുന്നത്. എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ വേണ്ടി അവൾ വന്നപ്പോൾ അവൻ അവിടെ അവളെ വെയിറ്റ് ചെയ്യുന്നത് കണ്ട് അവന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി അവൾക്ക് പേടിയാകും. അവളുടെ ഫിയാൻസി അവളെ ചതിച്ചപ്പോൾ അവൾക്ക് എത്രത്തോളം പെയിൻ ഉണ്ടായിരുന്നോ അതേ പെയിൻ ജെവോനും ഉണ്ടാകുമോ എന്ന് അവൾ പേടിച്ചു. അതുകൊണ്ടാണ് അവന്റെ അടുത്ത് പോകാതെ അവൾ ഫോൺ വിളിച്ചുകൊണ്ട് ആ ക്യാമറ അവൾ മോഷ്ടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞത്. ജവോൻ അവളെ വെറുക്കാൻ വേണ്ടിയാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്തത്. മറിച്ച് എങ്ങനെയാണ് ഈ റിലേഷൻ എൻഡ് ചെയ്യേണ്ടത് എന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. ഒസയോങ്ങും ലീനോയും രണ്ടുപേരും അവർക്ക് ഇഷ്ടമില്ലാതെയാണ് ബ്രേക്കപ്പ് ചെയ്തത്. ഇപ്പൊ രണ്ടുപേരും അതിന് റിഗ്രറ്റ് ചെയ്യുന്നുമുണ്ട്. രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്ന ലീനോ അവളിപ്പോ എവിടെയാ എന്ന് മനസ്സിലാകാതെ ഡോർ തുറന്നു നോക്കുമ്പോഴാണ് അവിടെ ജവോൻ നിൽക്കുന്നത് കാണുന്നത്. ജവോനെ കണ്ടപാടെ അവൾ ഡോർ അടയ്ക്കും. ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അവൾ എങ്ങനെയാണ് ജവോന്റെ വീട്ടിലെത്തിയത്, എന്താണ് അവർക്കിടയിൽ സംഭവിച്ചത് എന്നൊക്കെ അറിയാൻ വേണ്ടി അടുത്ത എപ്പിസോഡായിട്ട് വെയിറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.